ചെറുപുഴ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ പാവൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. പാവയ്ക്ക വാങ്ങാൻ ആളില്ലാതെ തോട്ടത്തിൽ തന്നെ നശിക്കുന്ന കാഴ്ചയാണ് എങ്ങും ഉള്ളത്. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 55 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്ന പാവയ്ക്കയ്ക്ക് ഈ വർഷം 35 മുതൽ 40 രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത്. വില ഇടിഞ്ഞതോടൊപ്പം വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞത് കർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. പാടത്ത് വിളവെടുപ്പിന് തയ്യാറായ പാവയ്ക്ക വിൽക്കാൻ കഴിയാതെ കിടക്കുകയാണ്. വാങ്ങാൻ ആളില്ലാതെ വന്നതോടെ ചില പ്രദേശങ്ങളിൽ പാവയ്ക്ക മുറിച്ചുണക്കി നശിപ്പിക്കേണ്ട അവസ്ഥയും ഉണ്ടായി. കൃഷിക്കായി വൻതുക ചിലവഴിച്ചിട്ടും വിളവിന് ന്യായമായ വില ലഭിക്കുന്നില്ലെന്നും വിപണിയിൽ പാവയ്ക്കയ്ക്ക് ആവശ്യക്കാർ ഇല്ലാതായതോടെ നശിപ്പിക്കേണ്ട അവസ്ഥയാണെന്നും വർഷങ്ങളായി സ്ഥലം പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്ന രാജഗിരി സ്വദേശിയായ കർഷകൻ കുറ്റ്യാത്ത് പീറ്റർ ജോസഫ് പറഞ്ഞു. ₹1 സാധനവും ഒരു സംഭവവും ഫോർട്ടികോർപ്പ് എടുക്കില്ല. ഫോർട്ടികോർപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറയാം, നമ്മൾ കൊണ്ടുപോകുന്നത് കണ്ണൂരാണ്. കണ്ണൂർ ഫോർട്ടികോർപ്പിലേക്ക് നമ്മൾ സാധനം കൊണ്ടുവരുമ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് 2 അല്ലെ 3 ഞാലിപ്പൂവും കൊല, ഒരു 3 ഏത്തക്കൊല, ഒരു 3 പാവയ്ക്ക, അല്ലെങ്കിൽ ഒരു 10 കിലോ പാവയ്ക്ക, ബാക്കി ഈ 3, 6, 3, 9, 3, 12 എന്ന് പറഞ്ഞാൽ ഈ സാധനമായിട്ട് നമുക്ക് കണ്ണൂർക്ക് പോകാൻ പറ്റുമോ? നിങ്ങളുടെ സാധനം ഞാൻ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കർഷകന്റെ സാധനം അവര് വണ്ടി കൊണ്ട് വരട്ടെ. അവർക്ക് വേണ്ട സാധനം ആഴ്ചയിലോ അല്ല മാസത്തിലോ നമ്മൾ പറിച്ചു കൊടുക്കാൻ പറ്റും. ഇത് കൊടുക്കാൻ പറ്റില്ല. ഈ ഇത്രയും ദൂരം ഇവിടുന്ന് നമ്മൾ പറയാം ചെറുപുഴയിൽ നിന്ന് കണ്ണൂർ വരെ പോയി കണ്ണൂരിൽ നിന്ന് ആ സാധനം കൊടുത്തു കഴിഞ്ഞാലോ പൈസ അക്കൗണ്ടിലേ വരുള്ളൂ. എപ്പോഴാ വരുന്നതെന്ന് അവർക്കറിയത്തില്ല. പൈസ അക്കൗണ്ടിൽ ഇടാത്തതിന്റെ പേരിൽ ഒരു പൈസ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ അക്കൗണ്ടിൽ 2 മാസം കഴിഞ്ഞിട്ടാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന പച്ചക്കറിയാ. ഈ 2 മാസം പച്ചക്കറി ഇരിക്കുമല്ലോ, അവരന്നേ വിറ്റ് പൈസ മേടിച്ചതാ. ആ വിറ്റ് പൈസ മേടിച്ച സാധനത്തിന്റെ പൈസ വിറ്റ് ഒരു 3 ദിവസം കഴിയുമ്പോൾ അക്കൗണ്ടിൽ ഇടാൻ പറ്റേ. അത് അവർ ചെയ്യുന്നൊന്നും തോന്നില്ല. അതുകൊണ്ട് ഫോർട്ടികോർപ്പിലേക്ക് ഇപ്പൊ സാധനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവ കിടന്ന് നോക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ പാവയ്ക്കായതുകൊണ്ട് ഇതുപോലെ പഠിച്ചെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണ്ട എന്നാൽ വേണം. എങ്ങനെ വേണം? നമുക്ക് തന്നേരെ ഞാൻ എടുത്തോളൂ, പക്ഷെ പൈസ ചോദിക്കരുത്. പൈസയോ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, സബ്സിഡിയോ കാര്യം ചോദിക്കരുത്. വേണം, ഞാൻ എടുത്തോളൂ. അതാണ് സ്ഥിതി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാവയ്ക്ക മലയോര മേഖലകളിലേക്ക് വൻതോതിൽ എത്തുന്നതാണ് വിലയിടിവിന് പ്രധാന കാരണമെന്നാണ് കർഷകരുടെ ആരോപണം. കുറഞ്ഞ വിലയ്ക്ക് പുറത്തുനിന്നുള്ള പാവയ്ക്ക എത്തുമ്പോൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാവയ്ക്കയ്ക്ക് ആവശ്യക്കാർ കുറയുകയും വില താഴെ ഇറങ്ങുകയും ചെയ്യുന്നു. കൃഷിച്ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരമൊരു വിലയിടിവ് തുടർന്നാൽ പാവൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. സർക്കാർ ഇടപെടലും ന്യായമായ വില ഉറപ്പാക്കുന്ന സംവിധാനങ്ങളും അടിയന്തരമായി നടപ്പിലാക്കണമെന്ന ആവശ്യം കർഷകർ ശക്തമായി ഉന്നയിക്കുന്നു. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും 04985 242140. മൊബൈൽ 6238 064141.